എംഎൽഎമാരായ ടി കെ ഗോവിന്ദനോടും വി കുഞ്ഞികൃഷ്ണനോടും ചോദ്യങ്ങളുമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമ്പോൾ രണ്ടുപേരോടും അഭിപ്രായം ചോദിച്ചിരുന്നോ എന്നതടക്കം 10 ചോദ്യങ്ങളാണ് ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചിരിക്കുന്നത്. കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ നേതൃത്വത്തെ പഴിചാരി സംസ്ഥാന നേതൃത്വം രക്ഷപ്പെട്ടെന്ന ആരോപണവും എം വി ജയരാജൻ തള്ളി. നിഖിൽ അളവൂർ വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, ഒരു സുദീർഘമായിട്ടുള്ള കുറിപ്പ് തന്നെയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് എം വി ജയരാജൻ. അതിൽ 10 ചോദ്യങ്ങൾ 2 MLA-മാരോടാണ് എന്ന് പറയുന്നു. ഇവരുടെ പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും ഇവരെ തന്നെയാണ് അത് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ഈ വന്ദേമാതരം പാടിയ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പാടിയ കാര്യങ്ങൾ അടക്കമുള്ള വിവാദ വിഷയങ്ങളെയൊക്കെ പ്രതിപാദിക്കുന്നുമുണ്ടല്ലോ ആ കുറിപ്പിൽ. എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഏതായാലും ഇന്നലെ കണ്ണൂരിൽ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയ ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനുമുള്ള മറുപടി എന്ന രീതിയിലാണ് എം വി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തരം കിട്ടുമ്പോഴെല്ലാം CPIM-നെ കുറ്റപ്പെടുത്തുന്ന 2 MLA-മാരോടും ചില ചോദ്യങ്ങൾ എന്ന തലക്കെട്ടോടുകൂടിയാണ് 10 ചോദ്യങ്ങൾ എം വി ജയരാജൻ ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, CPIM-ൽ ഉൾപാർട്ടി ജനാധിപത്യമില്ല എന്ന് പറഞ്ഞ് ഈ പാർട്ടി വിട്ടു പോയ ആളുകൾ പിന്നീട് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കോൺഗ്രസിലാണ്, അല്ലെങ്കിൽ അവർക്കൊപ്പമാണ്. ആ ഉൾപാർട്ടി ജനാധിപത്യം വലിയ തോതിൽ ഉണ്ടെന്ന് പറയുന്ന കോൺഗ്രസിൽ അവിടെ മുഖ്യമന്ത്രി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ഈ 2 MLA-മാരോടും അഭിപ്രായം ചോദിച്ചിരുന്നോ എന്നുള്ളതാണ് എം വി ജയരാജൻ്റെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഈ CPIM-നുമായി ബന്ധപ്പെട്ടാണ്. കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പിഴവ് പറ്റിയത് ജില്ലാ കമ്മിറ്റിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന നേതൃത്വം അതിൽ നിന്ന് തടിയൂരി എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞു തന്നതാണോ ആ പച്ച നുണ? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇങ്ങനെ ഒരു പച്ച നുണ പറഞ്ഞു തന്നത് നുണകളുടെ രാജാവായ മുഖ്യമന്ത്രിയാണോ എന്നുള്ളതാണ് എം വി ജയരാജൻ്റെ മറ്റൊരു ചോദ്യം. മറ്റൊന്ന്, ഈ വർഗീയതയോടുള്ള രണ്ടുപേരുടെയും സമീപനം എന്താണ്? വർഗീയ കക്ഷികൾ ഒഴിച്ചുള്ളവരുടെ പിന്തുണ സ്വീകരിക്കുമെന്നായിരുന്നല്ലോ അന്ന് പറഞ്ഞത്. അതേ നിലപാടിൽ തന്നെയാണോ ഇപ്പോഴും ഈ 2 MLA-മാരും ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഒപ്പം തന്നെ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ വാഗ്ദാനം ചെയ്ത 21,000 രൂപ അത് ആശമാർക്ക് നൽകാത്തതിനെതിരെ നിയമസഭയിൽ ഈ 2 MLA-മാരിൽ ആരെങ്കിലും സബ്മിഷൻ ഉന്നയിക്കുമോ എന്നുള്ളതാണ് എം വി ജയരാജൻ്റെ മറ്റൊരു ചോദ്യം. അതുപോലെ തന്നെ ഈ സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്ര, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യമെന്ന വാഗ്ദാനം നൽകി സ്ത്രീകളെ കബളിപ്പിച്ചതിനെതിരെ ഈ 2 MLA-മാരും പത്രസമ്മേളനം നടത്തുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതിനൊപ്പം ഈ VD സതീശൻ്റെ വിവാദമായിരിക്കുന്ന ആ ഒരു ഫ്ലൈറ്റ് യാത്ര, മംഗലാപുരം യാത്ര ഉൾപ്പെടെ ഉണ്ട്. അത് അദാനി ഗ്രൂപ്പിൻ്റെ ഫ്ലൈറ്റിലാണെന്ന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിലെന്താണ് ഈ 2 പേരുടെയും അഭിപ്രായം എന്നുള്ളത് എം വി ജയരാജൻ ചോദിക്കുന്നു. മറ്റൊന്ന്, ഈ നേരത്തെ പറഞ്ഞതുപോലെ സത്യപ്രതിജ്ഞാ വേദിയിൽ ഈ വന്ദേമാതരം ചൊല്ലിയതുമായി ബന്ധപ്പെട്ട് എന്താണ് 2 പേരുടെയും നിലപാട് എന്നുള്ളതാണ്. അങ്ങനെ ഈ SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളും അതിനൊപ്പം ഈ സംഘപരിവാർ നേതാവിനെയും 19 RSS-കാരെയും MG യൂണിവേഴ്സിറ്റിയിലേക്ക് അവരെ നിയമിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്താണ് ഇവരുടെ നിലപാട്, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് നിലപാട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ 10 ചോദ്യങ്ങളായി എം വി ജയരാജൻ ചോദിക്കുന്നത്. സ്വാഭാവികമായും ഇന്നലെ ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPIM-നെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. CPIM ഈ പരാജയങ്ങളിൽ നിന്നൊന്നും പഠിക്കാൻ തയ്യാറല്ല എന്നവർ പറയുന്നു. മാത്രമല്ല, CPIM-നെ രൂക്ഷമായി ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും അതിനെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുമൊക്കെ വലിയ രീതിയിൽ 2 പേരും വിമർശിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ. ആ വിമർശനങ്ങൾക്കുള്ള മറുപടിയായാണ് പകരം 10 ചോദ്യങ്ങൾ എം വി ജയരാജൻ ചോദിക്കുന്നത്. അവസാനം ഈ കുറിപ്പ്, അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞിട്ട് പോരെ ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും CPIM-ന് മേൽ കുതിര കയറുന്നത് എന്നാണ്. ശരി നിഖിൽ, എന്തായാലും 10 ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ എം വി ജയരാജൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്.